أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 37-ാമത്തെ വചനമാണ് നാം ശ്രവിച്ചത്. ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: പിന്നീട് പിശാച് അത് വൃക്ഷം മുഖേന അവരെ രണ്ടുപേരെയും വ്യതിചലിപ്പിച്ചു. അങ്ങനെ ഇരുവരെയും അവരുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അവൻ പിശാച് പുറന്തള്ളി. നാം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോവുക, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാണ്. ഗ്രഹിച്ചുകൊള്ളുക, ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലം വരെ വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദർസിൽ വഖുൽ നഹ്ബിതു മിൻഹ എന്നതുവരെയുള്ള വിശദീകരണമാണ് നൽകിയിരുന്നത്. മുന്നോട്ട് ഹദ്റത്ത് ഖലീഫത്തുൽ സാനി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു: വലക്കും ഫിൽ അർളി മുസ്തഖറും. ഇതിൽ വിശ്വാസികളോട് തങ്ങളുടെ മക്കളെ പിശാചിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കൽപ്പനയാണുള്ളത്. വലക്കും ഫിൽ അർളി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ. അതായത്, ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുകയും പ്രയോജനം നേടുകയും വേണം. അതിനാൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക. പിശാചിന്റെ സന്താനങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് ജീവിക്കാൻ യാതൊരു വഴിയും ഇല്ല. അതിനൊപ്പം തന്നെ ജീവിക്കേണ്ടി വരും. അതിനാൽ എല്ലായ്പ്പോഴും ജാഗ്രതയോടെ ഇരിക്കാൻ ശ്രമിക്കുക. ഇഹലോക ജീവിതം പരലോക ജീവിതത്തിനുള്ള സാധനങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ഉപാധിയാണ്. ഇതിൽ നിന്ന് അശ്രദ്ധരാകരുത്, മറിച്ച് പരലോക ജീവിതത്തിനായുള്ള സാധനങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുക. ഈ ആയത്തിൽ വിശ്വാസികളും അവിശ്വാസികളും നന്മയുള്ളവരും ചീത്തയായവരും ഒരേ സ്ഥലത്ത് താമസിക്കേണ്ടി വരുമെന്ന് പറയുന്നു. അതിനാൽ വിശ്വാസികളും നന്മയുള്ളവരും തങ്ങളെയും തങ്ങളുടെ മക്കളെയും പിശാചിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. കൽപ്പന അത്രയും അനിവാര്യമാണ്. കാരണം അതിനെ അവഗണിക്കുന്നത് കൊണ്ടാണ് നന്മയുടെ കാലം നഷ്ടപ്പെട്ടു പോകുന്നത്. വിശ്വാസികളും നന്മയുള്ളവരും തങ്ങൾ പിശാചിന്റെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതരായി കഴിഞ്ഞുവെന്ന് കരുതുമ്പോൾ അധപതന കാലഘട്ടം ആരംഭിക്കുകയും പിശാച് വിജയിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ കൽപ്പന മാനിക്കുന്ന ഒരു ജനത ഉണ്ടായിരുന്നുവെങ്കിൽ പിശാചിനെ പൂർണ്ണമായും നശിപ്പിക്കാമായിരുന്നു. ജനങ്ങൾ സ്വയം നന്മയുള്ളവരായി മാറിയാലും അവർ തങ്ങളുടെ മക്കളോട് സ്നേഹവും അല്ലെങ്കിൽ അവരിൽ അതിരില്ലാത്ത വിശ്വാസവും കാരണം അവർക്ക് ദുഷ്പ്രവർത്തിക്കുള്ള വഴിയൊരുക്കുന്നു. പിന്നീട് സമൂഹം നന്മയുടെ ഉന്നതിയിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു. വലക്കും ഫിൽ അർള് ഈ ആയത്തിൽ മറ്റൊരു ശക്തമായ തെളിവ് കൂടി മുന്നോട്ട് വയ്ക്കുന്നു. അത് മുസ്ലിങ്ങളുടെ ഒരു തെറ്റായ വിശ്വാസത്തെ തകർക്കുന്നു. ആദം അലൈഹിസ്സലാമിനെയും അവരുടെ സന്തതികളെയും ഈ ലോകത്ത് താമസിക്കാനാണ് തീരുമാനിച്ചത്. പിശാചിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നത് സാധ്യമല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും ചില മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പിശാചിന്റെ സന്തതികളിൽ ഹദ്റത്ത് ഈസാ അലൈഹിസ്സലാമിക്കെതിരെ ആക്രമണം നടത്തിയപ്പോൾ അള്ളാഹു അവരെ രക്ഷിക്കാനായി ആകാശത്തിലേക്ക് പോയി. ഈ വിശ്വാസം ഈ ആയത്തിന് വിരുദ്ധമാണ്. അള്ളാഹു വ്യക്തമായി പറയുന്നു, പിശാചിന്റെ ആക്രമണമുണ്ടായാലും ആദമും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും ഈ ലോകത്താണ് താമസിക്കേണ്ടത് എന്ന് നിർണയിച്ചിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാമിയെ ആകാശത്തിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നത്? ആകാശത്തിലേക്ക് കൊണ്ടുപോകപ്പെടാൻ അർഹതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദം അലൈഹിസ്സലാം ആയിരുന്നു. കാരണം അദ്ദേഹം ആദ്യത്തെ പ്രവാചകനായിരുന്നു, അല്ലെങ്കിൽ ഹദ്റത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. എന്നാൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഹദ്റത്ത് ആദം അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ആക്രമണശേഷം അള്ളാഹു ആകാശത്ത് നിന്ന് അദ്ദേഹത്തെ ഭൂമിയിലേക്ക് എറിഞ്ഞു എന്നാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നു എന്നാണ്. അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞ നിയമങ്ങൾ ഇവർ രണ്ടുപേരെ സംബന്ധിച്ച് മാറ്റിയില്ലെങ്കിൽ ഹദ്റത്ത്
ഈസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് മാറ്റിയത്, അതുപോലെ സ്വന്തം തീരുമാനത്തെ എന്തുകൊണ്ടാണ് തെറ്റായി എടുത്തത്? ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വിവരിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹ്. വാഹിർ ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.